ഗൈസ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോ ഇടാൻ പോകണം കേട്ടോ. ഇതെൻ്റെ പുത്തൻ റേ ബംഗ്ലാസ്, പുതിയതൊന്നുമില്ല, ഒരു വർഷമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മൂന്നാർ ട്രിപ്പ് പോകട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചാണ്, പ്ലാനിങ് ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെ ഒരുത്തനുണ്ട്, വണ്ടി ഓടിക്കാൻ സ്പൾബറുണ്ട്, ഇപ്പുറത്ത് മുടിയനുണ്ട്. ഗൈസ്, ഇന്ന് ഇവൻ്റെ ബർത്ത്ഡേ കേട്ടോ. നമുക്ക് ഇവനെ മൂന്നാർ കൊണ്ട് കളയാൻ പോകാം. ബർത്ത്ഡേ പ്രമാണിച്ചുള്ള ട്രിപ്പാണ്. ഞങ്ങൾ 4 പേരെ ട്രിപ്പ്, ബർത്ത്ഡേക്ക് ഓരോ ട്രിപ്പ് ഞങ്ങൾ പോകാറുണ്ട്. എല്ലാ വർഷം പോകുന്നത്, വ്ളോഗ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. വണ്ടി ഓടിക്കാൻ എന്നാ പഠിക്കുന്നേ? അത് ഗൈസ്, അതൊക്കെ വിടും. നമുക്ക് പോകുന്ന വഴിക്കുള്ള എല്ലാ നല്ല നല്ല കാഴ്ചകളും ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ്. ശരിയല്ലേ? അത്രേ ഉള്ളൂ. അനന്തു ഓക്കെ പറ. അതില്ല. ഓക്കെ ഗൈസ്, അപ്പം പോകുന്ന വഴിക്കുള്ളതാണ്. നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ എറണാകുളത്താണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തോ 2-3 മണിക്കൂർ എടുക്കും. പക്ഷെ നമ്മുടെ പോക്കിൽ കുറേ സമയം എടുക്കും. കാരണം വെച്ചാൽ നമ്മൾ എല്ലായിടും നിർത്തി ചായ കുടിച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. കാണാൻ ഇനി ഒന്നുമില്ലല്ലോ, പ്രാവശ്യം കാണുന്നത് തന്നെ. എന്നാലും ഇവിടെ വെട്ടം കുറവായിരിക്കും, ഇവിടെ കാണിക്കും. ഓക്കെ ഗൈസ്, ബാക്കി നമുക്ക് പോകുന്ന വഴി കാണിക്കാം. ഞങ്ങൾ റൂമിൽ നിന്നിറങ്ങി ബോൾഗാട്ടി പാലം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കാണുന്നൊക്കെയാണ് മറൈൻ ഡ്രൈവ്, ക്യൂൻസ് വോക്ക് വേ സൈഡാണ്. നമ്മൾ ഈ സൈഡാണ് മറൈൻ ഡ്രൈവ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈക്കോർട്ട് കഴിഞ്ഞ് മറൈൻ ഡ്രൈവിൻ്റെ സെൻറ്ററിലേക്ക് എത്തി കേട്ടോ. നമ്മൾ നല്ല സമയത്ത് ഇറങ്ങിയ നല്ല ബ്ലോക്കാണ്. ഇവിടുത്തെ ബ്രോഡ്വേയിലേക്കുള്ള ഒരു എൻട്രൻസ് കേട്ടോ. നമ്മളിപ്പോൾ പെൻഡമേനയുടെയൊക്കെ ഫ്രണ്ടിലെത്താറായി. ഈ ഈവനിങ് ആകുമ്പോഴത്തേന് ഇപ്പോൾ എല്ലാവരും ബ്രോഡ്വേ ഒക്കെ ഫില്ലായി കാണുമ്പോൾ. അപ്പോൾ ഇതാണ് പെൻഡമേനക. നമ്മൾ പോകുന്നതൊക്കെ കുറച്ച് കട്ട് ഫുഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി അവിടെ കിടപ്പുണ്ട്, അപ്പുറത്ത് കുറച്ച് ചൂടൊക്കെ അല്ലേ, കാരണം തണുത്ത് പോവാം. അപ്പോൾ ഇതിനകത്തിൽ 2 ടൈപ്പ് ഓഫ് ഗ്രേപ്സ് ഉണ്ട്. പിന്നെ പപ്പായ ഉണ്ട്, ഗോവ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. ഇത് പപ്പായയാണ്, പപ്പായ ഉണ്ട്. തണുപ്പിച്ചിട്ട് കുറവാണ്, കാരണം വെച്ചാൽ അവർ പുറത്തായിരുന്നു. പക്ഷെ എന്നാലും അതൊക്കെ കാണുമ്പോൾ നമുക്ക് മേടിക്കാതിരിക്കുന്നതിൽ ഒന്ന്. പിന്നെ നമുക്കിതൊക്കെ ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ. ഇപ്പോഴത്തെ ചൂടിന് ഇതൊക്കെ നല്ലതാണ് അല്ലേ? കഴിച്ചു നോക്കും. നിന്നെ കാണത്തില്ല എൻ്റെ അതി പെട്ടില്ലാത്തണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഐസ് ഇല്ലാത്തൊരു സുഖമില്ലല്ലേ. നമുക്ക് അടുത്തത് ഐസ് മേടിക്കാം. എങ്ങും എത്തിയിട്ടില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യം. ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു. ഇത് മെട്രോ കേട്ടോ. ഇത് മെട്രോ. ഈ സൗണ്ട് ഉണ്ടാക്കിയ ഇവരാ കേട്ടോ. കേട്ടോ, കണ്ടല്ലോ, ഇവനാണേ സൗണ്ട് ഉണ്ടാക്കിയേ. അതെ, വാഴ. ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ താഴെ കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ CNG അടിക്കാൻ വന്ന കേട്ടോ. ഈ വണ്ടി നമ്മൾ CNG അടിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടും. അല്ലെ ക്യൂ നിൽക്കണം. ഇവിടെ ക്യൂ നിന്നാലാണ് നമുക്ക് CNG. ഇത്ര നേരം നമ്മൾ ക്യൂവിൻ്റെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ടേണായപ്പോൾ മുന്നോട്ട് നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സമയത്ത് എന്തിനും ഇറങ്ങിയേക്കുന്നു. നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് ഓണത്ത്. അങ്ങനെ നമ്മൾ നീണ്ട ഇടവേളകൾക്ക് ശേഷം തിരുവാങ്കുളം എത്തിയിട്ടുണ്ട്. എങ്ങും എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. സീറ്റൊന്നും പുറത്ത് ഇറക്കിയത് എനിക്കൊന്നും കാലം വെക്കാൻ അറിയില്ല. അപ്പോഴാണ് ഞങ്ങളൊരു നമ്മൾ എത്ര മണിക്കൂർ എത്തും? 2 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ എടുക്കും. പക്ഷേ ഈ ബ്ലോക്ക് മാറുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു 2-2.5-3 മണിക്കൂർ ഉണ്ട്. പക്ഷെ അങ്ങനെ എത്തത്തില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയേ പോകത്തുള്ളൂ. ഡ്രൈവർ സ്പൾബർ ശരിയല്ല. അതെ, സ്പൾബർ പതുക്കെ പോകത്തുള്ളൂ. നമ്മളിത് ആക്ച്വലി പെട്രോൾ അല്ല, നമ്മൾ CNG വണ്ടി എടുത്താണ് പോകുന്നത്. CNG വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പം മൈലേജ് പിടിച്ച് പോയാലേ മൈലേജ് കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്രോൾ വണ്ടി പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ മൈലേജ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ പോകുന്നത്. അതുകൊണ്ട് അല്ലാതെ നമ്മളിപ്പം 100-120 ബ്ലോക്ക് ഉണ്ടായിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 100-120 പോയേനെ. നമ്മൾ മൈലേജ് പിടിച്ച് പതുക്കെ പോയത്. നമ്മൾ എൻജോയ് അല്ലേ പോകുന്നത്, അല്ലാതെ റേസിങ്ങിനാണല്ലോ പോകുന്നത്. അതെ ഗൈസ്, നമ്മുടെ ട്രിപ്പിന് നമ്മുടെ സെലിബ്രിറ്റി ആയ മിക്കു സാർ നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നു. പറയൂ. ഇല്ല, പറഞ്ഞോ വീഡിയോ പ്ലേ ചെയ്തേക്കോ, പറഞ്ഞോ. ഉറപ്പായിട്ടും പറഞ്ഞോ. കണ്ണിലുണ്ടംപൊരിയായ അതെ ഗൈസ്, അങ്ങനെ നമ്മുടെ വിക്കു സാർ നമുക്ക് നമ്മുടെ വാഴയ്ക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ ആശംസകൾ നൽകി. അടുത്തായി നമ്മൾ വീണ്ടും ബ്ലോക്കിനകത്ത് കിടക്കുകയാണ്. ഇനി വെച്ചോ.
ഞങ്ങൾ വിചാരിച്ച ഗൈസ് എറണാകുളം വിട്ട് കഴിയുമ്പോൾ, എറണാകുളം അല്ല തൃപ്പൂണിത്തുറ വിട്ട് കഴിയുമ്പോഴത്തേനും തിരുവങ്കളം വിട്ട് കഴിയുമ്പോഴത്തേനും ബ്ലോക്ക് മാറുന്നത്. ഇത് പുത്തൻകുരിശ് എത്തിയപ്പോൾ അടുത്ത ബ്ലോക്ക്. ഇന്നെന്തോ ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് പോകുന്ന വഴി മൊത്തം ബ്ലോക്കാണ്. ഞങ്ങൾക്ക് ഡ്രൈവർ സ്പൾബർ മാറി വേറെ സ്പൾബർ കയറി. അതൊക്കെ എങ്ങനെ കേട്ടോ. ആ മാസ് ഡയലോഗ് അടിച്ച ആ മഹാന്റെ മുഖം ഒന്ന് കാണിച്ച്. ഓന്തുളക്കി ഗോപാലനാണോ? നമ്മളിപ്പോൾ കോതമംഗലം എത്തി കേട്ടോ. അപ്പം ചായ കുടിക്കാൻ നിർത്തിയോ? ചായ കുടിച്ചില്ലെങ്കിലും നല്ല പൊളിഞ്ഞുണ്ട്. എന്തത് കാടമുട്ട, അവിടെയും കാടമുട്ട. ഞാൻ കോളിഫ്ലവർ, ഇവനും കോളിഫ്ലവർ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സാധനം. 2 മുട്ട ബജി കഴിക്കാൻ വേണ്ടി കരുതാ. അപ്പോൾ അതാ 5 കോളിഫ്ലവറായി. ഈ കാണുന്നവൻ 4 മുളക് ബജിയും 2 സെറ്റ് മുട്ട ബജിയും തിന്നിട്ടിരിക്കുക. അതും കാടമുട്ട. അവിടെ വേറെ. ഈ കട മൊത്തം ഞങ്ങൾ തീർക്കും. 3-ാമത്തിന് മുമ്പ് ഞങ്ങൾ കട തീർച്ചേ പോകുള്ളൂ, വയറിറച്ചേ പോകുള്ളൂ. അങ്ങനെ നമ്മൾ കോതമംഗലത്ത് നിന്ന് വീണ്ടും നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് നമ്മൾ നേരുമംഗലത്ത്. നേരുമംഗലം കാട്ടിലിറങ്ങി അനന്തുവിൻ്റെ ആനയെ പേടിയാന്ന് പറയും. അപ്പോൾ ആനേനെയും കാണിച്ച് അവിടുന്ന് പതുക്കെ അങ്ങോട്ട് പോവാം അല്ലേ? വേറെന്തിനും പേടിയുണ്ടോടാ? വേറെന്തിനും പേടിയുണ്ടോ? എന്തോ ഗൈസ്, ഇവനെ പേടിയുണ്ടെന്നാ പറയുന്നത്. അതാണ് തിരിഞ്ഞിരിക്കാതെ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇവനെ നരപൂജിയോ? അങ്ങനെ നമ്മൾ നേര്യമംഗലം സിറ്റിക്ക് മുമ്പായിട്ട് ജസ്റ്റ് നിർത്തിയ കേട്ടോ. അപ്പം പ്രത്യേകിച്ച് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ കാട്ടിലേക്ക് കയറി നമുക്ക് നിർത്താൻ പറ്റില്ല. അല്ല, ആനയും കയറി കഴിഞ്ഞാൽ സീന. അതുകൊണ്ട് നമ്മൾ അതിന് മുമ്പ് നിർത്തിയതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി അടിമാലിൽ നിർത്താൻ പറ്റുമോ? ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതൊന്നും കാണാനില്ല. ആരും കാണിക്കാം. ഇതുണ്ടോ റോഡ് അവിടെ വരെ ഉള്ളായിരുന്നു, ഇപ്പം ഇങ്ങോട്ട് വീതി കൂട്ടി. ആണോ, അത് നല്ല കാര്യമല്ലേ. ഇനി എവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റേ നേരുമംഗലം പാലം, പുതിയ പാലം പണിന്ന് കാണാം കേട്ടോ. ആ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അടിമാലിലെ പിന്നെ നിർത്താം. കാട്ടിക്കൊണ്ട് നിർത്തി അത്ര റിസ്ക്കാണ്. അല്ല, ആനയും വന്ന് ചവിട്ടി പപ്പടാക്കി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അടിമാലി ചിലപ്പോൾ നടത്തുമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ 3 നേരം നടത്തുള്ളൂ, ഭൂമിക്ക് തന്നെ നടത്തുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുന്ന വഴി നോക്കാം. ഇപ്പം അങ്ങോട്ടുള്ളതിൽ അടിമാലി നമ്മുടെ നേരുമംഗലം കാട്ട് കയറിയാലും പെട്ടെന്ന് വെളിച്ചൊന്നും കാണത്തില്ല. അപ്പം ബ്ലോഗിനകത്തിൽ ഇനിയിപ്പോൾ നാളെ രാവിലെ റിട്ടേൺ വരുന്നൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. എന്നിട്ട് നോക്കാം. ഗൈസ്, നമ്മളിപ്പോൾ നേരുമംഗലം പാലം, അതായത് നമ്മളെന്നല്ല ആര് 3 പോയാലും ഒരു സ്റ്റോറി ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഇടുന്ന ഒരു പാലമാണ്. ഇതാണത്. അവൻ്റെ സോക്കേട് ഇതാട്ടോ പുതിയതായിട്ട് പണിയാൻ പോകുന്നത്. ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ പകുതി ബ്ലോക്ക് ഇവിടുത്തെ കുറയും. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് കാട്ടിലേക്ക് കിടക്കുകയാണ്. പറ, ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റിയതിനകത്ത്? ഏറ്റവും വലിയൊരു മനുഷ്യൻ ആനയെ പേടിയാണ്. ആന വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മനുഷ്യൻ ഇവനായിരിക്കും അല്ലേ ഉള്ളത് ഏറ്റവും വലിയ മനുഷ്യൻ. അത് മതി. ഏകദേശം 10 മണിയായി. നമ്മൾ അടിമാലി ജംഗ്ഷൻ എത്തിയിരിക്കും. എടാ, നീ ഞങ്ങളെവിടെ ഏത് കാട്ടിലുണ്ട് നിർത്തിയിരിക്കുന്നത്? അല്ല, ഒന്ന് കണ്ണടച്ചപ്പോഴത്തേക്കും ഇവൻ വഴി അറിയുന്നുണ്ട് നമ്മൾ ഏത് കാട്ടിക്കൊണ്ട് നിർത്തി. കൈസ്, ഇതിപ്പോൾ ഏത് കാടാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ആരോട് വഴി ചോദിക്കാൻ? മാപ്പ് ഇടാനാണെങ്കിൽ ഇവിടെ റേഞ്ചും ഇല്ല. ഫോൺ നടക്കുന്നതുകൊണ്ട് നമുക്കാണ് വഴിയും മനസ്സിലാകുന്നില്ല. താഴെ എന്തെങ്കിലും ഉണ്ടോ? എന്തോ താഴെക്കൊക്കെ കേട്ടോ. ഇത് അടിമാലി കേട്ടോ ഗൈസ്, അത് എനിക്ക് മനസ്സിലായി. അത് അടിമാലി. കുറേയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതിൽ നമ്മൾ 3 അറിയോ? നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട് ഗൈസ്. ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 11 മണിയായിട്ടുണ്ട്. തണുപ്പുണ്ട്. ഇവിടെ ഇറങ്ങിയോടാ, നല്ല അടിപൊളി തണുപ്പുണ്ട്. ഇറങ്ങിയോ? ഞങ്ങൾ പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിച്ചില്ല. നമ്മൾ സ്നാക്സ് മാത്രമേ കഴിച്ചുള്ളൂ. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാനോടെ മേടിക്കാം. മറ്റേ റൂമിലേക്ക് പോകാം. റൂമിൽ പോയിട്ട് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ തണുക്കുന്നുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് കിട്ടണമെന്നില്ല. സോ നമുക്ക് ഫുഡ് മേടിച്ച് നമുക്ക് റൂമിൽ പോകാം. റൂമൊക്കെ ഫില്ല കേട്ടോ. ഇതെല്ലാം നാട്ടിൽ നിന്ന് വണ്ടികളാണ്. വേണ്ട തണുപ്പ് അത്യാവശ്യം ഉണ്ട്. മഞ്ഞ് സ്നോയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും
തണുപ്പുണ്ട്. 10-11 മണിയല്ലേ. തണുത്ത് പറിച്ച് പോകുന്നുണ്ട് ഗൈസ്. എനിക്ക് ലൈസ് കിട്ടി. അയ്യോ, വീഡിയോ എടുക്കാൻ ഫോണൊക്കെ വിറയ്ക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നത് മാത്രമേ കിട്ടിയുള്ളൂ. അടുത്തവനെ വിറച്ച് സൂചിച്ച് പോകുന്നുണ്ട്. സംസാരിച്ചിട്ട് ഇതുവരെ മാറിപ്പോകുന്നു. തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് റൂമിലെത്തണം. അതായിരിക്കും നല്ലത്. ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഗ്യാപ്പ് റോഡിലാണ് കേട്ടോ. നമ്മളിവിടെ വന്നിരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് നമ്മുടെ ലക്ഷ്യം? ഇന്ന് ആരുടെ ബർത്ത്ഡേ? ഇന്ന് ഇവൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഇന്ന് ഇവൻ കേക്ക് കട്ടി. അപ്പോൾ ആരുടെ ബർത്ത്ഡേ ആണെന്നുള്ളതിനുള്ള തെളിവ് ഞാൻ കാണിക്കാം. അതെ ഗൈസ്, നമ്മുടെ വാഴയുടെ ബർത്ത്ഡേ ആയിരുന്നു. നമുക്ക് 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സർപ്രൈസ് ആയിട്ട് നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡ് ഇട്ട് കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. സ്വന്തമായിട്ട് തിന്നുന്നോ? വാഴ ഇരുന്നേ ഗൈസ്. ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ആരുമില്ല, ഞങ്ങൾ 4 പേര് മാത്രം. ഇതാര് തിന്ന് തീർക്കും എന്നുള്ളത് കാര്യം മാത്രം സംശയമുള്ളൂ. പെട്ടെന്നായിക്കോട്ടെ, സംസാരിക്കാൻ പറ്റുന്നില്ല. അവൻ ഓൾറെഡി എന്തൊക്കെ എടുത്ത് വാരിട്ടോണ്ടിരിക്കുക. അപ്പോഴാ ഗൈസ്, ഫൈനലി നമ്മളൊരു റൂം എടുത്തു. റൂം ഞാൻ കാണിക്കും. ഞങ്ങൾ 4 പേർക്കൂടെ സിംഗിൾ റൂം. പക്ഷേ ബെഡ് വലുത് കട്ടി. അതൊരു ഭാഗ്യത്തിന് കിട്ടി കേട്ടോ. എന്താ ബാക്കി ഞങ്ങൾക്ക് നാളെ രാവിലെ. അപ്പോൾ എല്ലാവരും ഒന്ന് വന്നേ. ഇന്നത്തെ വീഡിയോ ഇവിടെ തീർക്കാം. വരൂ, ഞാൻ വിളിക്കാം. എന്ത് എവിടെ തല മാത്രം കാണിക്കാം. അപ്പം ബാക്കി നമുക്ക് നാളെ രാവിലെ. ഓക്കെ, ചേട്ടാ. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെയായി, എണീക്കാം. ബെഡിൽ കിടന്നുകൊണ്ടുള്ള കാഴ്ച ചൊല്ലി കാഴ്ചയൊന്നുമില്ല, എന്നാലും കാണിച്ചു. ഇറങ്ങി നോക്കാം. ഇതെന്ത് പണ്ടത് ഓർത്തമ്മ ആരും എണീറ്റിട്ടില്ല. എല്ലാം പുതച്ചുകൂടി കിടക്കുക. രാത്രി വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ല. പക്ഷെ കുറച്ച് നേരത്തെ എനിക്ക് ഇവിടുത്തെ കോടയെ കാണായിരുന്നു കേട്ടോ. ഒരു മിന്നായം പോലെ ഞാൻ കണ്ടുള്ളൂ. എണീക്കാൻ മടിയാണ്ട് എണീറ്റില്ല. തണുപ്പുണ്ട്. നമ്മൾ വണ്ടി ഇതാണ് മേളിലായിട്ട്. ഈ ആംബിയൻസ് ചെയ്യുന്നത് നമ്മൾ ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. രാത്രി കഴിക്കല്ലേ. കലക്കട്ടെ, നല്ല വെള്ളം കുറയത്തുള്ളൂ. ടീ ബാഗ് കയറി ഉടയ്ക്കലോടാ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചിയേഴ്സ്, രാവിലെ ചായ ഉണ്ടാക്കി ചിയേഴ്സ് അടിച്ചു. ഈ ഭംഗി നോക്കി നമുക്ക് ഈ ചായ കുടിക്കാം അല്ലേ ഗൈസ്. ഇനി അടുത്തത് WWW കാണാം നമുക്ക്. എന്നെ നക്കല്ലേ നരപൂച്ചകൾ പിടിക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയാണ്. റൂമൊക്കെ തലമ്പൊക്കെ ഇട്ട് കയറും. ഞങ്ങൾ നിന്നത് ഇതിലാണ് കേട്ടോ, എമറാൾഡ്. അടിപൊളി സർവീസാണ്, നിങ്ങൾക്ക് എടുക്കാം. അതായത് നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്ക് വരുന്ന വഴിക്കാണ് കേട്ടോ. രാവിലെ ഇനി ഞങ്ങൾ ചിന്തുവിനെ പാപ്പം തപ്പി ഇറങ്ങുക അല്ലേ ചിന്തു? പാപ്പം വേണം. പാപ്പം ഇല്ലാതെ പരിപാടിയില്ല. മാഗി കിട്ടുമെന്നോ? മാഗി തണുപ്പത്ത് മാഗി കഴിക്കുക. അതിൻ്റെ പോയിട്ട് വല്ല ബ്രേക്ക്ഫാസ്റ്റ്. എനിക്കത് ബ്രേക്ക്ഫാസ്റ്റിൽ താഴോട്ട് ഇറങ്ങേണ്ടി വരുവാടോ. താഴോട്ടല്ല, 1 കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങിയാൽ മതി. ഗ്യാപ്പ് റോഡ് ലക്ഷ്യമാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ഗോളടിക്കാനല്ല, അതുപോലെ ഞം
തിന്നാൻ വല്ലതും കിട്ടുമെന്ന് നോക്കണം. എല്ലാം തിന്നാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കും അല്ലേ. വലിക്കുന്നില്ല വണ്ടി അങ്ങോട്ട്. മാറ്റടാ ഗിയർ. ഈ വ്യൂ കൊള്ളാം കേട്ടോ. ഇത് ഫുള്ള് തേയിലത്തോട്ടം. പക്ഷെ അവിടെ തേയിലത്തോട്ടം തന്നെയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ ബസ് വരുന്നുണ്ടല്ലോ. മാട്ടുപ്പെട്ടി നിന്ന് ഇറങ്ങിയായിരുന്നു തോന്നുന്നല്ലേ. സേലം ഇറങ്ങിയായിരുന്ന ഇവിടെ നിന്ന് അങ്ങോട്ട് കേട്ടോ പക്ക വ്യൂ വരുന്ന. പക്ഷെ നമ്മൾ വെളുപ്പിനെ വന്നായിരുന്നെങ്കിൽ ചിലപ്പം നിൽക്കാൻ പറ്റാത്തതായിരിക്കും. അത് ആലപ്പുഴ വണ്ടിയാ. ഇതാണോ ചെറിയ ചെറിയ കടകളുണ്ട് ഇപ്പോഴൊക്കെ. ഇതാണ് അവിടെ നടത്തണം കേട്ടോ. അവിടെയാണ് നമ്മൾ സ്ഥിരം വരുമ്പോൾ കഴിക്കാൻ നിർത്തുന്ന കട. രാവിലെ അവിടെ മാഗി ഉണ്ട്, ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ട്. ഉണ്ട്. അവിടെ സ്ഥലം ഇവിടെ നിർത്തണം. കഴിഞ്ഞ പ്രാവശ്യം വന്ന സെയിം ഷോപ്പിൽ തന്നെ നമ്മളെത്തി. നല്ല പരിപ്പുവട, ഉഴുന്നുവട, ചായ. ബലം പിടിച്ച് മുറിയുന്നില്ല അങ്ങോട്ട്. ക്രിസ്പി ഉഴുന്നുവട ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു. ദോശയും ചമ്മന്തി കഴിക്കുന്ന അതേ സൈസ്. അതെ ഇതേപോലത്തെ അതെന്ത് സ്പൂണൊക്കെ ആയിട്ട് സായിപ്പോ. അതേപോലെ സായിപ്പോ. പിന്നെ ഞങ്ങൾ പിന്നെ ചമ്മന്തി അല്ല പിന്നെ വെച്ചേക്കണേ. അടുത്തത് നമ്മുടെ പരിപ്പോട. വെയിലാണ് കാണത്തില്ലായിരിക്കല്ലേ. പരിപ്പോട സൗണ്ട് കിട്ടി കഴിക്കാം. ടേസ്റ്റായി കിട്ടി. വെയിലുണ്ടെങ്കിലും തണുപ്പാട്ടോ. ഈ തണുപ്പത്ത് ചായ കുടിക്കാൻ നിങ്ങളെല്ലാവരും ഒറ്റമേനെ കാണിക്കട്ടെ. ദേ പറന്നു പോന്നു. ഹാപ്പി അല്ലേ എല്ലാവരും? അതെ. മാഗി നോമൻ ബാഗി അല്ലേ? നോമൻ ബാഗി അല്ലേ മാഗി. മൂക്കടഞ്ഞിക്കൊണ്ട് ബാഗി എന്നൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കടയിൽ വരണം. ഇവിടുത്തെ ചായ കുടിക്കണം. അതുപോലെ തന്നെ മാഗി. രാവിലെ നല്ല ക്രിസ്പി ഉഴുന്നുവട പരിപ്പുവട കിട്ടും. ആ ചമ്മന്തി കഴിക്കും. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിലൊക്കെ ഒതുക്കി. ഒരു സ്പൂണ് തരും. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കൂടെ കഴിക്കാനാണ്. ഞങ്ങളുടെ കൂട്ടത്തിലൊരു കാട്ടളന്നുണ്ട്. മുടി കറക്റ്റായിട്ടിരിക്കുന്നല്ലേ. അടുത്തൊരു പേടിയായിരുന്നു. ഉണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഒതുക്കിയില്ലേ? അതപ്പോൾ നമുക്ക് വീണ്ടും കഴിക്കണോ? ഉമ്മക്കുണ്ടൊക്കെ റീചാർജ് ചെയ്യേണ്ടി വരും. നിനക്ക് റീചാർജ് ചെയ്യണോ? നമുക്ക് കുറച്ച് ചോളം കഴിക്കാം. വളരെയൊരു മധുരമാണോ? നമ്മൾ വീണ്ടും മൂന്നാർ സിറ്റിയിൽ ടൗണിലേക്ക് ഇറങ്ങണം കേട്ടോ. നമുക്ക് പള്ളിവാസലിൽ എന്നിട്ട് ആ പൈപ്പിന് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ പറ്റുമോ നോക്കണം. പറ്റുകയാണ്. അവിടെ എന്താ വർക്ക് കിടക്കുമല്ലേ. നമ്മളങ്ങനെ മൂന്നാർ ടൗണിൽ നിന്നും പള്ളിവാസൽ ലക്ഷ്യമാക്കി അവിടെ മറ്റേ ബസ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കയറി പോകണം. എന്നിട്ട് തണുപ്പൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടു പറയാം. പ്രത്യേകിച്ച് കാഴ്ച നമ്മൾ കാണുന്ന കാഴ്ചയൊക്കെ തന്നെ ഉള്ളൂ. ഇത് KSRTCയുടെ പുതിയ ഇതാ കേട്ടോ. പറഞ്ഞു ആ നല്ല ടോപ്പിലിരിക്കണം. അതാകുമ്പോൾ തണുപ്പ് കിട്ടും. ഇതൊക്കെ ഇവിടുത്തെ സിറ്റിയിലെ ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. ചെറിയ കട എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ കടയാ. കണ്ടോ ഈ ചെടികളൊക്കെ ഉണ്ട് ഇവിടുത്തെ. ഇവിടുത്തെ ക്ലൈമറ്റ് മാത്രം വളരുന്ന കുറച്ച് ചെടികളായിരുന്നു. ഈ ഹോട്ടലിന്റെ കാര്യം പറഞ്ഞത് ഇവിടെ നല്ല അടിപൊളി അൽഫാം കിട്ടുന്നു. ഇവിടുത്തെ ഇതും കൊള്ളാം.
ഞങ്ങളന്ന് ട്രിപ്പ് വന്നപ്പോൾ ഇവിടുന്ന് കഴിച്ചത്. ഏതാ പോയി കർമ്മനയുടെ ഇതൊക്കെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. വെറുതെ ഇവിടൊക്കെ ആക്ച്വലി റോഡ് വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഇനി ഞങ്ങൾക്ക് വലുതാക്കണം. അതുവരെ ഇവിടെ ബ്ലോക്ക് ആയിരിക്കും. അവിടെ പൊട്ടിക്കലൊക്കെ കണക്കാം, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ രണ്ട് സൈഡും കൂടെ, അവിടെ ഒരു സൈഡല്ല. വർക്കെടുക്കൊണ്ട് അത്യാവശ്യം പൊടിയുണ്ട്. ഈ നിഞ്ചയുടെ വണ്ടി എടുക്കുവാണെങ്കിൽ ഒരു 10 രൂപ ഉണ്ടാവും. ഇതൊക്കെ ഗുജറാത്തിൽ നിന്ന് വന്ന വണ്ടികളാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ കേൽ വണ്ടികൾ കുറവ്. പള്ളിവാസൽ എത്തിയിട്ടുണ്ട്. വേണ്ടോ നമ്മൾ പള്ളിവാസലെത്തി. ഇനി പൈപ്പിൻ്റെ, അതായത് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് വെള്ളം പോകുന്ന പൈപ്പുണ്ടല്ലോ, ആ പൈപ്പിൻ്റെ അവിടേക്ക് പോകണം. ഇതാണ് പൈപ്പ്. ഈ പൈപ്പ് ഇതുണ്ട്, അതങ്ങ് മേളിൽ നിന്നാണ് വരുന്നത്. അയ്യേ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കാണത്തില്ലായിരുന്നു. മീൻസ് ഇതായിരുന്നു, മറ്റേ സ്നോ എല്ലാം കൂടെ അടിച്ചിട്ട് ആ ഒരിത് കാണത്തില്ലായിരുന്നു. എന്താ പറയുക, ആ ഒരു ബിൽഡിങ്. അപ്പം നമ്മൾ ഈ സമയത്ത് ഇറങ്ങിയുണ്ടായി കാണാം. പൈപ്പ് പൊട്ടിയത് പണ്ട്. അതായത് ഇങ്ങനെ താഴോട്ട് പോവും. നമുക്ക് അവിടെ പോവാം. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അവിടെ നിന്ന് കഴിഞ്ഞാൽ താഴോട്ടുള്ള കാഴ്ചയാണ്. നമുക്കിനി ആ സൈഡിൽ കൂടെ ഒക്കെയാണ് ഇറങ്ങി പോകേണ്ടത്. ഇതിങ്ങനെ നേരെ തമിഴ്നാട്ടിലേക്ക് പോകും. ഈ പൈപ്പിൽ കൂടെ നിരങ്ങുവാണെങ്കിൽ തമിഴ്നാട്ടിൽ പോയി നിന്നാലോ, വെള്ളമൊക്കെ ഉണ്ടാവും. ഇതുണ്ട്, ഇതിങ്ങനെ പോയി നമുക്ക് ഇവിടെ ഉണ്ട്, അവിടെ വരെ കാണാൻ പറ്റും. അത് ഇതുവഴി ഒരു ബസ് പോകണം, കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ ട്രാവലറാണ് പോയത്, വീണ്ടും ട്രാവലർ. റൂമിന് സ്ഥലമില്ലാനായിട്ട് ഒരുത്തം പെയ്ത് കാട്ടുവാസി കാട്ടിപ്പോയി കിടക്കുന്നുണ്ടോ? കാട്ടിന്ന് പൊക്കിയതാ. അതെ, ഇവിടെ മൊത്തം സൂര്യകാന്തി കേട്ടോ. ഇത് വേറെ സാധനമോ, എൻ്റെ പേരറിയത്തില്ല. കാണിക്കുന്നേ ഇത് മറ്റേ സാധനം, പേരറിയത്തില്ല. പക്ഷെ പല കളറിലും ഇവിടെ ഉണ്ട്. ഓറഞ്ച് ഉണ്ട്, ഇതാ ഓറഞ്ച് ചോദിക്കുന്നു. ഈ കളർ കൊള്ളാം. അതാ എടുക്കുക. അതവിടെ ചൂണ്ടയിടുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കിയ ബൊക്കെ കേട്ടോ. പൈപ്പിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അവിടെ നിന്ന് കിട്ടിയ ബൊക്കെ. ഇനിയും കുറേ പൂക്കളുണ്ടായിരുന്നു. ശരി, കൂടെ പറിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിലങ്ങ് ഒതുക്കി. നല്ല കളർഫുൾ അല്ലേ? എൻ്റെ പേരൊക്കെ എന്താ ചോദിക്കും. ഇറങ്ങി അടിമാലി എത്തി. അടിമാലി ഇവിടെ തന്നെ CNG പമ്പ് എപ്പോഴും ഓപ്പൺ ആകുമെന്ന് അറിയത്തില്ല. വർക്കെല്ലാം കഴിഞ്ഞിട്ടേക്കും. അതുപോലെ കഴിഞ്ഞ് നമ്മൾ രാജാവ അല്ലേ. പിന്നെ നമ്മൾ മൂന്നാറല്ല, ഇനി അങ്ങ് തേക്കടിയോ ഇവിടെ അല്ല, കമ്പത്തിന് ഇറങ്ങാമെങ്കിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തേക്കടിയൊക്കെ പോവാം. പെട്രോൾ, വിത്തൗട്ട് പെട്രോൾ. വെയിലടിക്കുന്നതുകൊണ്ട് വെയിലിനാണ് ചൂടുകൊണ്ട്. നമ്മളത് എവിടെ എത്തി? അവിടുത്തെ വെയിലത്ത് നിൽക്കുമ്പോൾ ഇത് കരിയത്തില്ല. ഇവിടോട്ട് വെച്ച് കഴിയുമ്പോൾ ഇത് ഇതാകുന്നുണ്ട്, വാടുന്നുണ്ട്. വെള്ളപ്പോൾ മാത്രം വെള്ളച്ചാട്ടം. ഇതിവിടെ ഇവിടെ ഒന്നുമില്ല, ശകലമുണ്ട്, കുറച്ച് വെള്ളമുള്ളു. അത് കാണാനായിട്ടാണ് ഇത്ര വണ്ടികൾ നിർത്തിയിട്ടേക്കുന്നത്. അത്രയും വെള്ളം കാണാൻ ആൾക്കാരവിടെ നിർത്തിയിട്ടേക്കുന്നത്. മേളങ്ങ് വെള്ളമൊന്നും ഇല്ല. അതൊക്കെ അവിടെ ഇങ്ങോട്ട് വരുന്ന വെള്ളമേ ഉള്ളൂ. നമ്മൾ നേര്യമംഗലം കാട്ടിലേക്ക് കയറുക കേട്ടോ. ഇനിയിപ്പോൾ റേഞ്ചുകളെല്ലാം പോകും കുറച്ച് കഴിയുമ്പോഴത്തേനും. പക്ഷേ വ്യൂ അടിപൊളിയായിട്ട് നമുക്ക് ഫോണിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. നമ്മുടെ ആന വണ്ടി വരുന്നു മൂന്നാർക്കുള്ള. നമ്മളിതിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ടൊരു തേങ്ങ കാണത്തില്ലായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു ഇതാണ്. ഇവിടുത്തെ വാട്ടർഫാൾ ഇതിനകത്ത് വെള്ളം കാണുമോ? നോക്കാം, ഉണ്ടോ ഇല്ലോ ഒന്ന്. ഇവിടെ അങ്ങ് ഒരു തുള്ളി വെള്ളമില്ല, പാറ മാത്രമുണ്ട്. അത് ആൾക്കാർക്ക് എന്തിനീ വന്ന് നിർത്തിക്കുന്നത്. ഇതാണ് ഇന്നലെ രാത്രി നമ്മൾ കണ്ട പാലത്തിൻ്റെ പണി. ഇതുപോലെ ഇത്രയും വർക്കായിട്ട്. പക്ഷെ ആ സൈഡിൽ കുറച്ച് വീതിയുള്ള പാലം കേട്ടോ.
ആർച്ച് ഉണ്ടോ? ആർച്ചിന് വീതിയുണ്ട്. ഇവിടുത്തെ ആർച്ച് ചെറുതാണ്. ഈ ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശരിക്കും ഈ പാലം പണിയുന്നത്. ആ പാലം പണിത് കഴിയുമ്പോൾ ഈ ബ്ലോക്ക് അങ്ങ് മാറി. ഇപ്പോൾ ബ്ലോക്ക് ഇല്ല, സത്യം പറഞ്ഞു. ഇതൊന്നും അല്ല, ഇവിടെ കിടന്നിട്ടുണ്ട് മണിക്കൂറുകൾ. ഈ പാലം എന്നാ പണിതെന്ന് പറയാൻ പറ്റുമോ? 1840. ഗസ് ചെയ്യോ ഗൈസ്? നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ, അറിയാവുന്നവരുണ്ടെങ്കിൽ. ഗൂഗിൾ നോക്കിയിട്ട് കമൻറ്റ് ഇടണ്ട, അറിയാവുന്നവർ മാത്രം കമൻറ്റ് ഇട്ടാൽ. ഗൂഗിൾ നോക്കി ആർക്കും വേണം പറയാം. നിനക്കറിയാവോ? നിനക്കാർക്കെല്ലാം അറിയാവോ? 1993. ആ, നീ ജനിച്ച വർഷമല്ല ഞാൻ ചോദിച്ചത്, ഈ പാലത്തിൻ്റെ ചോദിച്ചത്. നീ 1993 ആണോ? അവൻ, ഞാനല്ല. അവന് പിന്നെ 40 വയസ്സില്ലേ? 40 വയസ്സാവാം. ഞാൻ ഉദ്ദേശിച്ച ബ്ലോക്ക് ഇത് തന്നെ കേട്ടോ. ഇടയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അതെ ഗൈസ്, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച ബ്ലോക്ക് കേട്ടോ. ഈ ബ്ലോക്ക് മാറാനാണ് ഇനിയിപ്പോൾ ആ പണി. ജീസസ് മുട്ടി നിൽക്കുന്നു. ആണല്ലേ ഇവിടെ ഈ ബ്ലോക്ക് ഉണ്ടാക്കിയവൻ. ഇത് അവൻ മാക്സിമം ചേർത്തിട്ടേക്കുന്നതാ, പൊക്കോട്ടെന്ന് ഓർത്ത്. ഗൈസ്, ഇനി നമ്മൾ പോയിട്ടാണ് ഇവരൊക്കെ പോവാം. അവൻ ഓടിച്ചെടുത്തോളൂ. ഇത്രയും ബ്ലോക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ട ഈ പാലം പണിയാതെ ഈ ബ്ലോക്കുകളൊന്നും മാറത്തില്ല. ആ, ഇത് കുറേ ഉണ്ടല്ലോ, അത് കൊടുക്കുന്നു, അങ്ങോട്ടുണ്ട്. അത്രയൊന്നും പോരാ. ഇവരൊക്കെ ഇനി എത്ര നേരം കിടന്നാലായിരിക്കും. ഇനി നമ്മുടെ ബാക്കിൽ വരുന്ന വണ്ടികളെല്ലാം പോയിട്ടാണ് ഇവരെല്ലാം പോയി കിടക്കുന്നത്. വാവ് നൈസ്. ഇതങ്ങ് മറ്റേ നേരിമംഗലം സ്റ്റാൻഡിൽ അവിടെ നിന്നിട്ടുള്ള ബ്ലോക്കാന്ന് തോന്നുന്നു. എല്ലാവരും ഞായറാഴ്ച കൂടെ അല്ലേ? ആ, ഗോൾഡൻ കളർ അടിച്ചു വെച്ചേക്കുന്നു. സൂപ്പർ. അങ്ങനെ നമ്മൾ നേരിമംഗലം ജംഗ്ഷനിൽ രാത്രി തിരുവായിട്ട് തേങ്ങ കാണുന്നത്. നമുക്ക് ആക്ച്വലി മൂന്നാർ പോകാൻ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലും പോരാ. നല്ല വ്യൂ ഉള്ളൊരു റോഡാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് നേരിമംഗലം ജംഗ്ഷനിൽ നിന്ന് ഈ റോഡ് പിടിക്കുകയാണെങ്കിൽ നമ്മൾ ആ നേരിമംഗലം ഫോറസ്റ്റ് കൂടെ പോകുമ്പോൾ മഴ സമയത്ത് കാണുന്ന ചെറിയ ചെറിയ വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അത് നല്ല വ്യൂ കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് ആ റൂട്ട് പിടിക്കാം അല്ലേ? സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. സൺഡേ വരുന്നവർ ബ്ലോക്കൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം വരാൻ കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ടോള് വരുന്നത് കേട്ടോ. സ്ഥലം എന്തോ? സ്ഥലപ്പേരെന്തോ? ആ, ഏതോ ഒരു സ്ഥലപ്പേര് കേട്ടോ. പേരില്ല. ആ സ്ഥലമല്ല ചോദിച്ചത്, സ്ഥലത്തിൻ്റെ പേര് വെച്ചത്. ഇത് ടോൾ പ്ലാസ ആയിരുന്നു. അപ്പോൾ മൂന്നാർ പോകുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ടോൾ കൊടുത്ത് പോകാം. ഓക്കെ, ഇത് ക്രോസ് ചെയ്യാനുള്ള പാലം ഉണ്ട് കേട്ടോ. കോതമംഗലം എത്തി കേട്ടോ. വിജയകരമായി പെട്രോൾ എത്തിയിരിക്കുന്നു. ആഹാ, കോതമംഗലം വരെ എത്തി. ലെഫ്റ്റ്. ഇനി നമ്മൾ പെട്രോളിൽ ഓടിക്കും. ഇത്രയും നേരം നമ്മൾ ഗ്യാസിൽ ഓടിച്ചു. അതെ, 215 കിലോമീറ്റർ. അതും കറക്റ്റായില്ലേ? എന്നാലും ഞാൻ പറഞ്ഞില്ലേ ചിന്തു മൊത്തം ഇങ്ങോട്ട് ഓടിക്കുമെന്നു. അതും നടന്നില്ലേ? അവരോരോരുത്തർ പറയുന്നത് നടക്കും. അങ്ങനെ നമ്മൾ CNG അടിച്ച മുമ്പത്തിന് നമ്മൾ വീണ്ടും തിരിച്ചും CNG അടിച്ചു. അതായത് നമ്മൾ പോവാം. ഞാൻ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുന്നു, ക്ഷീണം മാറ്റണം. ഫൈനലി ഞങ്ങൾ വീണ്ടും എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. എത്തി കൊച്ചി എത്തി. നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക്. നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കാർണിവൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊച്ചി സമ്മർ കാർണിവൽ കണ്ടിട്ട് പോകാം. ഇതിനകത്തിൽ അതുകൊണ്ട് മറ്റേ ആ തൊട്ടിലിട്ടാട്ടുന്നുണ്ട്, പിന്നെ എയറിൽ ഡൈനിങ് നിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഫുഡൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് കയറാം. പെർ ഹെഡ് 200 അങ്ങോട്ട് വരും. പിന്നെ അവിടെ എന്താ പറയുക, ബേർഡ്സിൻ്റെ ഒരു സെക്ഷനുണ്ട്. പിന്നെ ഒരു 3D മൂവി ഉണ്ട്, ഒരു 15 to 20 മിനിറ്റ്സിൻ്റെ. അത് അടിപൊളിയായിരിക്കും. മറിഞ്ഞ് വീഴാൻ നിന്നാൽ മാത്രം മതി, നിന്നുകൊണ്ട് വേണം കാണാൻ. അടിപൊളിയാണ്. അപ്പം ഇവിടെ വരുന്നവർ അതും പോയി കാണുക. അങ്ങനെ നമ്മൾ ഹൈക്കോർട്ട് എത്തി. ഹൈക്കോർട്ടിൽ നമ്മൾ നേരെ ബോൾഗാട്ടിയിലോട്ട് ചെല്ലുന്നു. നമ്മുടെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ ബോൾഗാട്ടിയിലേക്ക് തിരികുകയാണ്. ഇതാണ് ഗോശ്രീ പാലത്തിൻ്റെ 1ാം പാലം, ഗോശ്രീ ബ്രിഡ്ജ്. നമ്മൾ ആ കാണുന്നുണ്ട് ഗ്രാൻഡ് ഹയാത്ത്, വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഹോട്ടൽ ഇൻ കൊച്ചി. ഇവിടെ നമുക്ക് മറൈൻ ഡ്രൈവിൻ്റെ വോക്ക് വേ കാണാം കേട്ടോ. ആണ് മറൈൻ ഡ്രൈവിൻ്റെ വോക്ക് വേ. എൻഡാണ് കേട്ടോ, ഈ എൻഡ് ആണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി, പിന്നെ അങ്ങോട്ട് കിടക്കുന്ന ബോട്ടിംഗ് ഒക്കെ ഉണ്ടോ, അതൊക്കെ ബോട്ട് ചെയ്യണം. പിന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ റോറോ. ആ കാണുന്ന റോറോ ഷിപ്പാണ്. കണ്ടെയ്നർ നമ്മുടെ വണ്ടികളൊക്കെ ആയിട്ട് വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊണ്ടുവിടും അവിടെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ബോൾഗാട്ടി, വില്ലിംഗ്ടൺ ഐലൻഡ്. നേരെ പോയി കഴിഞ്ഞാൽ വൈപ്പിൻ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടെയ്നർ റോഡ്. പക്ഷേ ഞങ്ങൾ യൂട്ടേൺ എടുത്ത് പാലത്തിനടി കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ ട്രിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇതൊരു അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു. അതായത് സ്പോട്ടിൽ തീരുമാനിച്ച് സ്പോട്ടിൽ വണ്ടിയായിട്ട് ഇറങ്ങി. അതിനാണല്ലോ അൺപ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ പ്ലാൻ ചെയ്യാതെ പോയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അവിടെ കിട്ടുന്ന റൂം കിട്ടുമോ, ഫുഡ് കഴിക്കാൻ കിട്ടുമോ, ഇതൊരു ടെൻഷൻ ഇല്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാ സാധനം കിട്ടി. അപ്പോൾ അങ്ങനെ പോകുമ്പം ടെൻഷനുകളൊക്കെ കുറയ്ക്കാം. അടിപൊളി ട്രിപ്പായിരുന്നു. ഓക്കെ ഗൈസ്, സിആർ കിടക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ, നല്ല രസമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ അപ്പം ട്രിപ്പ് എന്തുകൊണ്ട് അടിപൊളിയായിരുന്നു. സക്സസ്ഫുള്ളി നമ്മൾ തിരിച്ചെത്തി. ഇനി ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നോക്കാം. ചിന്തു അഭിപ്രായം പറ. ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ആ വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. ആ ഉറക്കെ പറയണം. ആയിരുന്നു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അനന്ത് പറടാ. ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം പോയത് CNG ഇല്ലായിരുന്നു വണ്ടിക്ക്. അതെ, ആദ്യം CNG അടിച്ചു. Safe ആയി. അത് കഴിഞ്ഞപ്പം ഞങ്ങൾ മതിയല്ലേ? ഇത്ര മതി. കിട്ടിയില്ല. ഇനി നിന്റെ അഭിപ്രായം പറ. അത് വേണ്ട. നമ്മൾ പോയത് ഇവൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ കേക്കൊക്കെ പോകുന്ന വഴിക്ക് ഞങ്ങൾ മേടിച്ചിട്ട് പോയി. എന്താ സ്പെഷ്യൽ ഡേക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ. ആ, ആദ്യമായിട്ടാണോ മൂന്നാർ പോയി കേക്ക് കട്ട് ചെയ്യുന്നത്? അതിനും പാർട്ടി ഇടണോ? ആ, ഗ്യാപ്പ് റോഡിൽ പോയി. അതെ, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് അതെ, പണ്ടാരം മൊത്തം ഞാൻ അവനെ പറ്റിച്ച് കഴിച്ചു. അവൻ ചോദിച്ചു മേടിച്ചേ. അതെ, പക്ഷെ അത് വേറൊരു ആവശ്യം ഞാൻ ചോദിച്ചത്. ചോദിച്ചത് വേറെ ആവശ്യത്തിന്. ആവശ്യം കഴിഞ്ഞു പോയി. കേക്ക് മേടിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. വണ്ടി ഇങ്ങോട്ട് അതെ, ഇത് മൊത്തത്തിൽ തല മൊത്തത്തിലൊരു അഭിപ്രായം പറ. മൊത്തത്തിൽ നല്ല അഭിപ്രായം. ഒത്തിരി നമ്മളെ കിടന്ന് പണിയെടുത്തിട്ടൊക്കെ അതെ, ഇടയ്ക്കൊരു എന്റർടൈൻമെന്റ് വളരെ നല്ല. ഡെയിലി കിടന്ന് ഈ പണി ചെയ്ത് പക്ഷെ പ്ലാൻ ചെയ്തിട്ട് ഇതുവരെ ഒരു പരിപാടി നടന്നിട്ടില്ല. നമുക്ക് ഒരു റിലാക്സേഷൻ വേണ്ടേ എല്ലാത്തിനും. ഡെയിലി പണിയെടുത്തിട്ട് എൻജോയ്മെന്റ് വേണ്ടേ? അപ്പം നിങ്ങൾ ഇതുപോലെ ഡെയിലി പണിയെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പോകണം കേട്ടോ. പക്ഷെ പ്ലാൻ ചെയ്ത ഒരു പരിപാടി നടക്കത്തില്ല. പ്ലാൻ ചെയ്യാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റും. നല്ല പരിപാടിയാണ്. എയർപോർട്ടിൽ കിടക്കുന്നതിന് പെട്ടെന്ന് നമുക്ക് പോകാൻ പറയാം. അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നപ്പോൾ ഊട്ടിക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാൽ ഒറ്റ പോക്ക് പോയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതെന്ത് ഭേദമോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ട്രിപ്പിൻ്റെ അഭിപ്രായങ്ങൾ. ഇതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ, ടാറ്റാ. എല്ലാം ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടു. ബൈ.